അപ്പൊ ഇതെല്ലാം ഇങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുമ്പോൾ നമ്മുടെ ഓരോരോ ചാൻസ് മിസ്സായി പോവുകയാണ്. കാരണം നമ്മൾ നേരത്തെ കൂട്ടി കാണുമ്പോൾ ഒരുപക്ഷെ ഒരു വലിയ ക്യാപ്സ്യൂൾ ആ ആയിരിക്കും. പേര് പക്ഷെ പോലെ അനക്സ ക്യാപ്സ്യൂൾ. ഇത് നമ്മൾ വായിച്ച് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി, വായന തന്നെയാണ് ഇതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. കീ എലമെന്റ് റീഡിംഗ് ആണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തും വായിക്കാം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എൻട്രി ബാങ്കിങ്. സോ ഇന്നൊരു ഹാപ്പി ഡേ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും, പ്രത്യേകിച്ച് ബാങ്ക് എക്സാമിനേഷൻസ് പ്രിപ്പയർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് ഭയങ്കര കൺഫ്യൂഷനിലായിരിക്കും അല്ലെ? എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, ഇനി വരാനിരിക്കുന്ന എക്സാംസ് എന്തൊക്കെയാണ്, എന്താണ് IBPS കലണ്ടർ, അതുപോലെ തന്നെ നിങ്ങളുടെ മുൻപിലുള്ള അവസരങ്ങൾ എന്താണ്, ഏതൊക്കെ സബ്ജക്റ്റുകൾ പഠിക്കണം, അങ്ങനെ ഫുൾ ഓഫ് കൺഫ്യൂഷൻസിലായിരിക്കും നിങ്ങൾ. അതിനെല്ലാം കൂടെ ഒരു വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. എന്റെ കൂടെ അന്തേഷ്ണ സാറും ഉണ്ട്. സോ കുറെ കുട്ടികൾക്ക് അറിയില്ല എങ്ങനെ IBPSന് പ്രിപ്പയർ ചെയ്യാം. അതുപോലെ കുറെ കാൻഡിഡേറ്റ്സിന് ആഗ്രഹമാണ് ബാങ്ക് ജോലി വേണം എന്നുള്ള കാര്യം, പക്ഷെ അതിന് എന്ത് ചെയ്യണം എന്നറിയില്ല. അപ്പൊ ബേസിക്സ് തൊട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ വീഡിയോസ് എസ്പെഷ്യലി നിങ്ങളുടെ ഗ്രാജുവേഷൻ കഴിഞ്ഞിരിക്കുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. എസ്പെഷ്യലി ബാങ്ക് ആസ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. സോ വിതൗട്ട് എനി ഡിലേ ലെറ്റ് സ്റ്റാർട്ട് ദി സെഷൻ. സോ ഓക്കെ സർ. സോ പറഞ്ഞു വന്നത് നമ്മുടെ IBPS പരീക്ഷകളെ പറ്റിയിട്ടാണ്. കാരണം പല സ്റ്റുഡൻസും ഇപ്പോൾ സംസാരിക്കുന്നത് IBPSനെ പറ്റിയിട്ട് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ. അതിന് ഒരു റീസൺ അല്ല, 1, 2, 3 റീസൺസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ 1, 2, 3 നോട്ടിഫിക്കേഷൻ ഇപ്പൊ കടന്നു വന്നിട്ടുണ്ട്. അതെ, അൺഎക്സ്പെക്ടഡ് ആയിട്ട് വന്ന നോട്ടിഫിക്കേഷൻസ്. അതില് NICL അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഉണ്ട്, അതുപോലെ തന്നെ IDBI IDBIയുടെ ജൂനിയർ വന്നിട്ടുണ്ട്. അസിസ്റ്റന്റ് മാനേജർ വന്നിട്ടുണ്ട്. അതിനു മുൻപ് യുണൈറ്റഡ് ഇന്ത്യ അഷുറൻസിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ. ഇനിയിപ്പോ ഫെഡറൽ ബാങ്കും സൗത്ത് ഇന്ത്യൻ ബാങ്കും കർണാടക ബാങ്കും വിളിക്കാനിരിക്കുന്നുണ്ട്. ഇൻ ബിറ്റ്വീൻ ഇതിന്റെ ഇടയ്ക്ക് വരാനുണ്ട്. അപ്പൊ ഇതെല്ലാം ഇങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുമ്പോൾ നമ്മുടെ ഓരോരോ ചാൻസ് മിസ്സായി പോവുകയാണ്. കാരണം നമ്മൾ നേരത്തെ കൂട്ടി പ്രിപ്പയർ ചെയ്യാത്തത് കൊണ്ടാണ് ഈ അവസരങ്ങൾ മിസ്സായി പോകുന്നത്. അപ്പൊ ഈ IDBIയുടെ നോട്ടിഫിക്കേഷൻ തന്നെ നമുക്ക് എടുക്കാം. സാധാരണഗതിയിൽ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമുക്ക് അതിന്റെ വേക്കൻസി എന്ന് പറയുന്നത് ഭയങ്കര കുറവായിരിക്കും. പക്ഷെ ഇത് 500 വേക്കൻസിയാണ് വിളിച്ചിട്ടുള്ളത്. 500 വേക്കൻസി എന്ന് പറയുമ്പോൾ ഇതൊരു ഭയങ്കര വലിയ നമ്പറാണ്. നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്തിട്ടിരിക്കുന്നവരാണെങ്കിൽ നമുക്ക് ആ എക്സാം ക്രാക്ക് ചെയ്യാനും കുറച്ച് എളുപ്പമായിരിക്കും. കാരണം IBPS എക്സാമിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം സെയിം സിലബസ് തന്നെയാണ്. സെയിം പാറ്റേൺ തന്നെയാണ്. ബാങ്ക് എക്സാംസ്, ബാങ്ക് ആൻഡ് ഇൻഷുറൻസ് എക്സാംസ് എല്ലാം ഒരേ പാറ്റേണിലായിരിക്കും നടക്കുന്നത്. ബാങ്ക് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ഏതൊരു കാൻഡിഡേറ്റിനും ഇൻഷുറൻസ് എക്സാമിനേഷൻസ് എഴുതാൻ സാധിക്കും. അത് മാത്രമല്ല, ഈ IBPSും SBIയും RBIയും അല്ല നിങ്ങൾ അത് മാത്രമല്ല, കാരണം കുറേ അധികം പരീക്ഷകളുണ്ട്. നമ്മൾ ഇതിനകത്ത് ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. കാരണം ആദ്യമായിട്ട് IBPS പോയി എഴുതുവാണെങ്കിൽ അത് ക്ലിയർ ചെയ്യാനുള്ള ചാൻസ് 40% ആണ്. കാരണം ഒരു പരീക്ഷ എഴുതുമ്പോൾ നമ്മൾ അതിന്റെ കണ്ടന്റ് മാത്രമല്ല അറിഞ്ഞിരിക്കേണ്ടത്, എക്സാം ഹാളിനകത്ത് പ്രവർത്തിക്കേണ്ട കുറച്ച് സ്ട്രാറ്റജീസ് ഉണ്ട്. അത് കൂടാണ്ട് തന്നെ ക്ലിക്ക് ചെയ്യുന്ന സ്പീഡ്, സോ മൗസും സ്ക്രീനുമായിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അതേപോലെ തന്നെ ടൈമർ പോകുന്നതനുസരിച്ച് ക്വസ്റ്റ്യൻസ് സ്വാപ്പ് ചെയ്യാനും ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യാനും പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നമുക്ക് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിൽ കൂടിയാണ് കിട്ടുക. ഞാൻ IBPS എഴുതുള്ളൂ, IBPS ക്ലിയർ ചെയ്തുള്ളൂ, അതിന് മുന്നേ വരുന്ന ഒരു പരീക്ഷകളും ഞാൻ എഴുതാൻ പോകുന്നില്ല എന്ന് വെച്ചാൽ നിങ്ങൾ നഷ്ടപ്പെടുന്ന ആ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആണ്. അപ്പൊ അമിഷ പരീക്ഷ എഴുതിയപ്പോൾ അമിഷ എത്രത്തോളം ആ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? ഇപ്പൊ ബാങ്ക് എക്സാംസ് ആണ് നമ്മൾ ഇപ്പം ഞാൻ എഴുതുന്ന സമയത്താണെങ്കിലും ബാങ്ക് എക്സാംസ് ആണ് ഞാൻ എഴുതുന്നെങ്കിലും ഞാൻ ബാങ്ക് മാത്രമല്ല എഴുതുന്നത്. വരുന്ന ഇൻഷുറൻസ് എക്സാമിനേഷൻ ആണെങ്കിലും ഈവൻ അതർ കോമ്പറ്റേറ്റീവ് എക്സാംസ് എല്ലാം എഴുതും. കാരണം സാർ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ആ സ്ക്രീനുമായിട്ടുള്ള ഇന്റർഫേസ് നല്ല രീതിയിൽ അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അത് എക്സാം എഴുതി മാത്രമേ നമുക്ക് അതിലൊരു തഴക്കം വരത്തുള്ളൂ. നമ്മളിപ്പോ IBPS PO ആണ് പ്രിപ്പയർ ചെയ്യുന്നത്, ഓക്കെ, ഞാൻ IBPS PO മാത്രമേ എഴുതുള്ളൂ. പക്ഷെ ആ ഒരു ലൈഫ് ടൈം, റിയൽ ടൈം എക്സാം എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ മാത്രമല്ല, ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യാനും സ്കിപ്പ് ചെയ്യാനും പഠിക്കണം. അത് ആ ഒരു എക്സ്പീരിയൻസ് വഴി മാത്രം കിട്ടുന്ന കാര്യം. ഇപ്രാവശ്യം എൻട്രിയിൽ എക്സാം ക്ലിയർ ചെയ്ത കുറച്ച് സ്റ്റുഡൻസ് ആണെങ്കിൽ പോലും 3ഉം 4ഉം പരീക്ഷകൾ ഒന്നിച്ചാണ് ക്ലിയർ ചെയ്യുന്നത്. അതിന്റെ റീസൺ അവർ മുന്നേ ഒരു 5-6 എക്സാം എഴുതിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. 10-30 എക്സാംസ് ആണ് അവരെ ക്ലിയർ ചെയ്യുന്നതിന് മുമ്പ്. കാരണം അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഭാഗ്യം കൊണ്ട് ഒരു പരീക്ഷ ക്ലിയർ ആവുള്ളൂ. നമ്മൾ പഠിച്ചു, ആ ഭാഗ്യം കൊണ്ട് ഒരു പരീക്ഷ ക്ലിയർ ആവും. പക്ഷെ 1, 2, 3 ക്ലിയർ ചെയ്തിട്ട് അതിനകത്തുനിന്ന് എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റുക, ജോലി ചൂസ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് അവരുടെ മുന്നിലേക്ക് വരുന്നത്. അത് ഈ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കൊണ്ടാണ്. IBPS എഴുതുന്ന സമയത്ത് നമുക്കതൊരു 4മത്തെയോ 5മത്തെയോ പരീക്ഷയായിട്ട് വരുമ്പോൾ നമുക്ക് അതിന് മുന്നേ 4 പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആണ് NIACL, IDBI, ഫെഡറൽ ബാങ്ക്, SBI ക്ലർക്ക് തുടങ്ങിയത് വിളിക്കുന്നത്.
SBI ക്ലർക്ക് പറയാൻ റീസൺ ഇലക്ഷൻ വരുന്നത് കൊണ്ടാണ്. അതിനെ സംബന്ധിച്ച് ഒരുപാട് ടാക്സ് നടക്കുന്നുണ്ട്. ഇറ്റ്സ് നോട്ട് കൺഫേംഡ്. പക്ഷേ ആ ഒരു ഇലക്ഷനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ SBI ക്ലർക്ക് ഫസ്റ്റ് ഹാഫിൽ നടത്താനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ RBI അസിസ്റ്റന്റിന്റെ കേസ് സെക്കൻഡ് ഹാഫിലേക്ക് പോകാനുള്ള ചാൻസ് കാണുന്നുണ്ട്. കാരണം എക്സാം ഡേറ്റിന്റെ ക്ലാഷ് അവിടെ വരാനുള്ള കലണ്ടർ ചാൻസ് ഉണ്ട്. ഓൾറെഡി ഔട്ട് ആണ്. നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ മാസവും എക്സാംസ് എന്ന രീതിയിലായിരിക്കും ഈ ഇയർ മുൻപോട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു എക്സാം നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാനിരിക്കരുത്. നേരത്തെ തന്നെ ഒരു മിനിമം 6 months പ്രിപ്പറേഷൻ വളരെ നെസസറി ആണ്. ഓക്കെ, ഇവിടെ തന്നെ ഡേറ്റ് നോക്കുക. ഓഫീസ് അസിസ്റ്റന്റിന്റെ ഡേറ്റ് തുടങ്ങുന്നത് 3/8/2024 അതായത് 8 എന്ന് പറയുമ്പോൾ ഓഗസ്റ്റ് ആണ് സമയം. ഓഗസ്റ്റ് എന്ന് പറയുമ്പോൾ ഇനി എത്ര മാസമുണ്ട്? ഒരു 4-5 മാസം കഷ്ടിച്ച് ഒരു 150 മുതൽ 180 വരെ ദിവസം ഉണ്ടാവും കഷ്ടിച്ച്. ഈ 180 ദിവസം എന്ന് പറയുന്നത് എത്ര ഫാസ്റ്റ് ആയിട്ട് പോകും നിങ്ങൾക്ക് അറിയില്ല. അതിനിടയ്ക്ക് തന്നെ നമുക്ക് ഈ 4-5 പരീക്ഷകൾ വരെയാണ്. അതായത് എല്ലാ മാസവും പരീക്ഷ എന്നുള്ള ലെവലിലേക്കാണ് ഇനി നമ്മൾ നോക്കുമ്പോൾ പരീക്ഷകളുടെ ഒരു ലെവൽ കിടക്കുന്നത്. ഇതിനുള്ളിൽ നമുക്ക് സിലബസ് കവർ ചെയ്യാൻ പറ്റിയാൽ ഈ 5 എക്സാമിന്റെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കൂടി ആവുമ്പോൾ IBPS എന്ന് പറയുന്നത് നമ്മളൊരു പ്രോ ആയിട്ട് തന്നെ ആയിരിക്കും ആ പരീക്ഷ എഴുതാൻ പോകുന്നത്. അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. ആ ഒരു ഫീല് നിങ്ങൾക്ക് കിട്ടിയാൽ മാത്രമേ ഇവരൊരു ബാങ്ക് ആസ്പിറന്റ് ആവുകയുള്ളൂ. അപ്പം അത്തരത്തിൽ നമ്മൾ കുറച്ച് 6 മാസം നേരത്തെ പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ 1 വർഷം മുന്നേ പ്ലാൻ ചെയ്താൽ ആ 1 വർഷം നടക്കുന്ന എല്ലാ പരീക്ഷകളും എഴുതാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു എക്സാം മേഖലയുടെ ഇമ്പോർട്ടൻസ്. കാരണം സിലബസിൽ വളരെ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള മാറ്റങ്ങളാണ് പല പരീക്ഷകളിലും വരുന്നത്. അത് ഈവൻ മെയിൻ എക്സാമിന്റെ സിലബസിലാണെങ്കിൽ പോലും വലിയ മാറ്റങ്ങളില്ല, RBI ഗ്രേഡ് ബി ഒഴിച്ചു നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനത്തെ ഒരു സിനേറിയോ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ നമ്മൾ ആ ഓപ്പർച്യൂണിറ്റി എടുക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. 3/8/2024 മുതൽ 18/8/2024 വരെ RRBയുടെ ഓഫീസ് അസിസ്റ്റന്റിന്റെയും ഓഫീസർ സ്കെയിലിന്റെയും പരീക്ഷ നടക്കുകയാണ്. ഓഗസ്റ്റ് മുഴുവൻ ഏതാണ്ട് ഇവിടെ ഉണ്ട്. ഓഗസ്റ്റ് മുഴുവൻ പ്രിലിംസ് ആയിരിക്കും. ബാക്കിയുള്ള ഓഗസ്റ്റ് ഇവിടെയുണ്ട്, 24, 25, 31. അപ്പൊ ഓഗസ്റ്റ് എന്ന് പറയുന്ന മാസത്തിന്റെ ഇമ്പോർട്ടൻസ് പറയാതെ തന്നെ ഇത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പൊ അവിടത്തേക്കുള്ള ഒരു റോഡ് മാപ്പ് എന്നുള്ള രീതിയിൽ ഇപ്പോഴേ പരിശീലനം തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഒരു സ്കോറിലേക്ക് എത്തിക്കാനും അതുവഴി നിങ്ങൾക്ക് അടുത്ത വർഷം ഒരു ജോലി, ബാങ്ക് ജോലി എന്നുള്ള സ്വപ്നം, അത് ഈവൻ നിങ്ങൾക്ക് PO ആവണേ PO ആവാനുള്ള ഓപ്ഷൻ വരെ അവിടെ കിട്ടും. കാരണം ടൈം അത്രയും ഉണ്ട്, പ്രാക്ടിക്കൽ എക്സ്പീരിയൻസും അത്രയും കിട്ടും. അപ്പം എൻട്രിയുടെ കോഴ്സുകൾ റെഡിയാണ്, അതിലേക്ക് ഓഫേഴ്സും വരുന്നുണ്ട്. ഓഫേഴ്സിനെ പറ്റിയിട്ട് നേരത്തെ കൂട്ടി അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെയുള്ള ഫോമിൽ ഒന്ന് രജിസ്റ്റർ ചെയ്തോ കേട്ടോ. പ്രത്യേകിച്ച് നാളെയും ഇന്ന് തുടങ്ങി എന്ന് പറയാം. നാളെ രാത്രി 12 മണി വരെ ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ നിങ്ങൾക്ക് ബാങ്കിങ് കോഴ്സുകൾ സ്വന്തമാക്കാൻ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. സോ അത് മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. കൂടുതൽ ക്വയറീസിനായിട്ട് സ്ക്രോളിലൂടെ പോകുന്ന നമ്പറിൽ വിളിക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ചെക്ക് ചെയ്താൽ മതിയാവും. ഓക്കെ, ഇവിടെ വരുമ്പോൾ ഓഫീസ് അസിസ്റ്റന്റ്, ഓഫീസർ സ്കെയില്, ക്ലർക്ക്, PO, SO എന്ന് പറയുമ്പോൾ പിന്നെ ഒരു സ്പെസിഫിക് കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാർക്ക് മാത്രമാണ്. ജനറൽ ആയിട്ടുള്ള ആൾക്കാർക്ക് എഴുതാൻ പറ്റില്ല. നിങ്ങൾ ഏതെങ്കിലും ഒന്നിൽ സ്പെഷ്യലൈസ്ഡ് ആയിരിക്കണം എന്നുള്ളതാണ് അവർ പറയുന്ന ഒരു. ലോ പഠിക്കുന്നവർക്ക് അതൊരു ഓപ്പർച്യൂണിറ്റി ആണ്. അതുപോലെ അഗ്രികൾച്ചറൽ ഓഫീസേഴ്സിനും IT ഫീൽഡിൽ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കഴിഞ്ഞവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് SO സ്പെഷ്യലിസ്റ്റ് ഓഫീസർ ആയിട്ട് ബാങ്കിൽ ജോലി ചെയ്യാൻ സാധിക്കും. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ട്രേഡിൽ തന്നെ വർക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മേജർ ആയിട്ടുള്ള മറ്റൊരു ഫാക്ടർ ഓൾ ഇന്ത്യ ലെവലിൽ ഒരു 50,000 പേർക്ക് ബാങ്ക് ജോലി കിട്ടുന്നു എന്നുള്ളതാണ്. അതെ, 50,000 റേഞ്ച് ആണ്. ഇത് കൂടാനാണ് സാധ്യത. കേരളത്തിലെ വേക്കൻസി സെപ്പറേറ്റ് ആയിരിക്കും വരിക. ബട്ട് ഓഫീസറിന് കൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ ഓൾ ഇന്ത്യ ലെവലിലേക്ക് കൗണ്ട് ചെയ്താണ് അത് എടുക്കുക. കാരണം ഓഫീസർ എപ്പോഴും ഓൾ ഇന്ത്യ ലെവലിലാണ്, പോസ്റ്റിംഗ് വരുന്നതും ഓൾ ഇന്ത്യ ലെവലിലാണ്. ക്ലറിക്കൽ കേസ് വരുമ്പോൾ പോസ്റ്റിംഗ് വരുന്നത് കേരളത്തിലാണ്, അപ്ലൈ ചെയ്യുന്നതും കേരളത്തിലാണ്, പരീക്ഷ എഴുതുന്നതും കേരളത്തിലാണ്. എല്ലാം ഹോം സ്റ്റേറ്റിനെ കൺസിഡർ ചെയ്താണ് ക്ലറിക്കൽ പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നടക്കുക. 50,000 എന്ന് പറയുന്നത് ചെറിയൊരു നമ്പർ അല്ല. ഇത്രയും പേർക്ക് ജോലി കിട്ടുന്നു എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു 4 times ആൾക്കാരാണ് പാർട്ടിസിപ്പേഷൻ, ഒറിജിനൽ പാർട്ടിസിപ്പേഷൻ വരുന്നത്. 4 പേരിൽ ഒരാളായാൽ പോലും നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് ഈ നമ്പറിനെ വെച്ച്. ഇത് ഈവൻ ഒരു 10,000 ആണെങ്കിൽ പോലും 10ൽ ഒരാളായാൽ കിട്ടുമെങ്കിൽ നമ്മുടെ കൂടെയുള്ള 10 പേരിൽ ഒരാളാവാൻ വലിയ പ്രയാസം ഇപ്പോൾ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം സിലബസ് പഠിക്കാനും. സിലബസ് പഠിക്കുമ്പോൾ തന്നെ വ്യത്യസ്തനാവാൻ പറ്റും. കാരണം ഓരോന്നും ട്രിക്ക് വഴിയാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ കൺവെൻഷണൽ ആയിട്ട് പഠിക്കുന്ന ഒരു 10 പേരെക്കാട്ടിൽ മുന്നിൽ ഓൾറെഡി അയാൾ എത്തും. അവിടെ അയാളുടെ സ്പീഡും ആക്യുറസിയും ആൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു നമ്പേഴ്സിന്റെ 10,000 എന്ന് പറയുന്ന നമ്പേഴ്സ് പോലും അച്ചീവബിൾ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. എങ്ങനെ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താം എന്നുള്ള ഒരു ഫാക്ടർ ആയിരിക്കണം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. എത്ര പെട്ടെന്ന്, കാരണം ഇത് കൂടുതലും സ്പീഡിനെ ബേസ് ചെയ്തുള്ള എക്സാം ആണ്. സ്പീഡ് ആൻഡ് ആക്യുറസി ആണ്. അത് രണ്ടും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കണം. ഒരുപാട് അറ്റൻഡ് ചെയ്തിട്ട് അതിൽ കുറച്ച് മാത്രം ശരി ഉണ്ടെന്നിട്ട് കാര്യമില്ല. മാക്സിമം അറ്റൻഡ് ചെയ്യണം. അതിൽ ഒരു 100% ആക്യുറസിയും കൂടെ കൊണ്ടുവരാം. ഏറ്റവും കുറഞ്ഞ ടൈമിൽ ആൻസറിലേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കുക. കൺവെൻഷണൽ മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ
നിങ്ങൾക്ക് തന്നെ ആ പരീക്ഷ എഴുതി ഇന്റർഫേസ് ചെയ്യുമ്പോൾ മനസ്സിലാവും സമയം ഓടിപ്പോകുന്നത് അറിയില്ല. 20 മുതൽ 30 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് POയ്ക്ക് പറയുന്നത്. ക്ലർക്കിന് വരുമ്പോൾ 18 മുതൽ 28 വരെയാണ്. ജനറിക് ആണ്. പരീക്ഷകളിൽ ചെറിയ ചില വേരിയേഷൻസ് ഏജ് റിലാക്സേഷൻ അവൈലബിൾ ആണ്. പരീക്ഷകളിൽ വരും. പിന്നെ ഫെഡറൽ ബാങ്ക് പോലുള്ളതിന് ഇതിലും കുറവാണ്. 28 കുറവാണ്. 25, 27 എന്നൊക്കെ പറയുന്ന ഏജ് ലിമിറ്റ് ആണ് ഓഫീസറിനും ക്ലർക്കിനും ഒക്കെ വരിക. എന്നിരുന്നാൽ പോലും IBPS, SBI, RBI പോലുള്ള പരീക്ഷകളെ സംബന്ധിച്ച് 30 വയസ്സ് വരെ ഓഫീസറും 28 വയസ്സ് വരെ ക്ലർക്കും എഴുതാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ OBC കാറ്റഗറിക്ക് 3 വർഷം റിലാക്സേഷനും SC ST കാറ്റഗറിക്ക് 5 വർഷത്തെ റിലാക്സേഷനും PWBD കാൻഡിഡേറ്റ്സിന് 10 വർഷത്തെ റിലാക്സേഷനും അവിടെ കിട്ടുന്നുണ്ട്. അപ്പം ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലോക്കോമോട്ടീവ് ഡിസബിലിറ്റി, കണ്ണിന്റെ ഡിസബിലിറ്റി, കേൾവി കുറവൊക്കെ 40% എബവ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാറ്റഗറിക്ക് അനുസരിച്ച്, അതായത് 30 വയസ്സ് വരെയാണ് ജനറലിനെങ്കിൽ 40 വയസ്സ് വരെ ജനറലിൽ ഉൾപ്പെട്ടിട്ടുള്ള ഡിസേബിൾഡിനും 33+10 43 വയസ്സ് വരെ OBCയിൽ പെട്ടിട്ടുള്ളവർക്കും 45 വയസ്സ് വരെ SC STയിൽ പെട്ടിട്ടുള്ള ഡിസേബിൾഡ് കാറ്റഗറിക്കും പരീക്ഷ എഴുതാൻ പറ്റും എന്നുള്ളതും മനസ്സിലാക്കുക. ഓക്കെ, ഇനി വരുന്നത് അപ്കമിങ് എക്സാംസിന്റെ ഒരു ലിസ്റ്റ് ആണ്. ഇത് നമ്മൾ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കേസാണ്. കാരണം NIACL അസിസ്റ്റന്റും IDB ഇപ്പോൾ വിളിച്ചിട്ടുള്ളതാണ് അല്ലേ. ഇനി NIACL AO, SBI ക്ലർക്ക്, PO, RBI, ഫെഡറൽ, കർണാടക, സൗത്ത് ഇന്ത്യൻ, നേരത്തെ നമ്മൾ യൂഷ്വലി പറയാറുള്ള ലിസ്റ്റ് തന്നെ, വേറെ മാറ്റങ്ങളൊന്നുമില്ല. എല്ലാ വർഷവും നമ്മൾ ആവർത്തിക്കുന്ന പേരുകൾ തന്നെയാണ്. കാരണം ഈ പരീക്ഷകളൊക്കെ തന്നെയാണ് എല്ലാ വർഷവും വരുന്നത്. അപ്പൊ എല്ലാ വർഷവും വിളിക്കുന്ന ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ് ആണെന്നുള്ളത് കൂടി ഈ ഒരു എക്സാം ഇൻഡസ്ട്രിയുടെ പ്രത്യേകതയാണ്. ഇത്രയധികം അവസരങ്ങൾ എല്ലാ വർഷവും വരും. ഈ വർഷം പ്രിപ്പയർ ചെയ്താൽ അടുത്ത വർഷത്തെ പരീക്ഷയിൽ എഴുതാൻ പറ്റും. ഇനി അതിന്റെ അടുത്ത വർഷത്തെ പരീക്ഷ എഴുതാൻ 30 വയസ്സ് വരെ നിങ്ങൾക്ക് 21ാമത്തെ വയസ്സിൽ പ്രിപ്പറേഷൻ തുടങ്ങുന്ന ഒരാൾക്ക് സൈഡിൽ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തുകൊണ്ടാണെങ്കിൽ പോലും 30ാമത്തെ വയസ്സ് വരെ എഴുതാനുള്ള ഒരു പോസിബിലിറ്റിയും ഇവിടെ തരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ഇതിന് പ്രിപ്പയർ ചെയ്യണമെന്നേ ഞാൻ പറയുള്ളൂ. കാരണം സാലറി വൈസ്, റെപ്യൂട്ടേഷൻ വൈസ്, പെൻഷൻ വൈസ്, അവിടെ ആഫ്റ്റർ കരിയർ കിട്ടുന്ന ബെനിഫിറ്റ്, പിന്നീട് കരിയർ ആഫ്റ്റർ കരിയർ എന്ന് പറയുന്ന പോസിബിലിറ്റി വരെ ബാങ്ക് എംപ്ലോയീസിന് ലഭിക്കുന്നുണ്ട്. ബാങ്ക് എംപ്ലോയി ആയി കഴിഞ്ഞ് MBA കോളേജിൽ പ്രൊഫസർ ആവുന്നവരുണ്ട്. പിന്നെ വേറെ കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ കാഷ്യർ പൊസിഷൻ, സീനിയർ കാഷ്യർ പൊസിഷൻ കൈകാര്യം ചെയ്യുന്നവരുണ്ട്. അങ്ങനെയുള്ള കമ്മ്യൂണിറ്റീസിൽ പോലും നമുക്ക് റിട്ടയർമെന്റിന് ശേഷവും കരിയർ എന്നുള്ളൊരു ഓപ്ഷൻ കൂടി ഈ ഒരു സെക്ടർ തരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഫാമിലിയുടെ ഒരു 4 തലമുറ എങ്കിലും സേഫ് ആവാനുള്ള തരത്തിലേക്ക് ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് ഈ ഒരു കരിയറിന്റെ സ്പെഷ്യാലിറ്റി. ഇനി വരാനുള്ളത് സിലബസ് ആണ്. നമ്മളിപ്പം തീരുമാനിക്കുകയാണ് നമുക്ക് നാളെ തൊട്ട് പഠിക്കാം. ഞാൻ നാളെ തൊട്ട് പഠിക്കാന്ന് വെച്ചാൽ എന്ത് പഠിക്കണം എന്നുള്ളതാണ് അവിടെ വരുന്നൊരു ചോദ്യം. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ ലോജിക്കിന് നിരക്കുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്കിവിടെ പഠിക്കാനുള്ളൂ. അതിൽ ഒന്നാമത്തേതാണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. അതിൽ വരുമ്പോൾ നമ്മളിപ്പോൾ വിചാരിക്കും മാത്തമാറ്റിക്സ് ആയിരിക്കും എന്ന്. ഞാനിപ്പോൾ അമിഷേനോട് 5x4 ഗുണിക്കാൻ പറഞ്ഞാൽ 5x4 ഗുണിക്കുക അല്ല അമിഷ ചെയ്യുക. 5x4ന്റെ ആൻസർ നമുക്കറിയാം. കാരണം നമ്മൾ കാണാപ്പാഠം പഠിച്ചു വെച്ചിട്ടുണ്ട്. അല്ലാതെ അവിടെ പോലും നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നില്ല. അപ്പം 55x44 ചെയ്യാൻ പറയുമ്പോഴും എന്ത് തന്നെ ചെയ്യുക, അവിടെ ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാതെ ഈ പറഞ്ഞ കൂട്ടൊരു ഷോർട്ട് കട്ട് പഠിച്ചു വെച്ചാൽ ഏത് വലിയ നമ്പർ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള തരത്തിലേക്ക് നമ്മുടെ ബ്രെയിന് ഓട്ടോമാറ്റിക്കലി അതിനെ ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുവരും. വേർഡ് പ്രോബ്ലംസ് ആണെങ്കിലും സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്ന ഓപ്പറേഷൻ ആണ്. ഫസ്റ്റ് പാർട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിനുള്ള കപ്പാസിറ്റി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. 4 പേര് ചേർന്നൊരു വർക്ക് ചെയ്യുന്നു, 5 പേര് ചേർന്ന് മറ്റൊരു വർക്ക് ചെയ്യുന്നു. ഇവരൊന്നിച്ച് വർക്ക് ചെയ്താൽ എത്ര ദിവസം കൊണ്ട് തീരും എന്ന് ചോദിക്കുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള ആവറേജ് ബുദ്ധി നമുക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്ത് ഏത് ഓപ്പറേഷൻ ചെയ്യണം എന്ന് ഡിസൈഡ് ചെയ്യാൻ മാത്രമാണ് നമ്മൾ ഈ കോച്ചിങ് എന്ന് പറയുന്ന ഒരു സാധനം ചെയ്യുന്നത്. ആ ഒരു ക്വസ്റ്റിനെ മനസ്സിലാക്കിയാൽ എന്ത് ഓപ്പറേഷൻ ഞാൻ അവിടെ ചെയ്യണം, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണോ, ഡിവിഷൻ ചെയ്യണോ, റേഷ്യോ എടുക്കണോ, പെർസെൻറ്റേജ് എടുക്കണോ, ഇതെന്താണെന്ന് ഡിസൈഡ് ചെയ്യാൻ മാത്രം മതി കോച്ചിങ് എന്ന് പറയുന്നത്. അവിടെയാണ് കോച്ചിങ്ങിന്റെ ഇമ്പാക്ട്. നമ്മൾ ബുക്ക് നോക്കി പഠിച്ചത് കൊണ്ടൊന്നും ഇത് കിട്ടില്ല. അത് ആ ബുക്ക് എഴുതിയ ആളിന്റെ മെത്തേഡ് മാത്രമാണ് നിങ്ങൾ പഠിക്കുക. ഇവിടെ നിങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മെത്തേഡാണ്. നിങ്ങളിപ്പോൾ എൻട്രി ആപ്പിൽ കോച്ചിങ്ങിന് പഠിക്കുകയാണെങ്കിൽ പോലും നിങ്ങളുടെ മെത്തേഡിലേക്കാണ് അത് ഡിറൈവ് ആയി വരിക. അതിനാണ് ആ മെന്റേഴ്സും ഫാക്കൽറ്റിയും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക. കാരണം ഞാനിപ്പോൾ ടൈം ആൻഡ് വർക്കിന്റെ ഒരു പ്രോബ്ലം അമിഷയ്ക്ക് കൊടുക്കുന്നതും മറ്റൊരാൾക്ക് കൊടുക്കുന്നതും രണ്ടുപേരും 2 തരത്തിലായിരിക്കും ചെയ്യുക. കാരണം അവരുടെ ലോജിക്കിൽ നിന്ന് പുതിയൊരു റൂള് പോലും ചിലപ്പോൾ ജനറേറ്റ് ചെയ്ത് വന്നേക്കാം. അപ്പൊ അത്തരത്തിലേക്ക് വരുന്ന ഓപ്ഷനിലേക്ക് വരണമെങ്കിൽ നമ്മൾ ആകെ ചെയ്യേണ്ടത് നമുക്ക് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റിയും
മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ ചെയ്യാനുള്ള കേപ്പബിലിറ്റി മാത്രം മതി. അല്ലാതെ ഇന്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ പോലുള്ള കാര്യങ്ങൾ പഠിക്കേണ്ട, അഡ്വാൻസ്ഡ് മാത്തമാറ്റിക്സ് പഠിക്കേണ്ട ആവശ്യമില്ല. ലെവലിൽ പഠിച്ചിരുന്ന സാധനങ്ങൾ മാത്രമാണ് ഈ ഒരു ഗ്രാജുവേഷൻ ലെവലിൽ നടക്കുന്ന പരീക്ഷയിൽ ചോദിക്കുന്നത്. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പഴയ നമ്മൾ എക്സും വൈയും ഒക്കെ ഇക്വേറ്റ് ചെയ്തിട്ടാണ് ആൻസറിലേക്ക് എത്തിക്കൊണ്ടിരുന്നത് അല്ലെ. ഇപ്പോ നമ്മൾ ഷോർട്ട് കട്ട്സ് പഠിക്കുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഓപ്ഷനിൽ നിന്ന് പോലും ആ ഒരു ഓപ്ഷൻ വാല്യൂ ക്വസ്റ്റിനിലേക്ക് ഇട്ടിട്ട് നമുക്ക് ആൻസറിൽ എത്താൻ സാധിക്കും. അങ്ങനെ ഒരു കാര്യം വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിഗ്രസ് ആയിട്ടുള്ള പ്രാക്ടീസ് വേണം. അതോടൊപ്പം തന്നെ റൈറ്റ് ആയിട്ടുള്ള ഒരു കോച്ചിങ്ങും ആവശ്യമായിട്ട് അവിടെ വരും. ഒരു 10 ചോദ്യമെങ്കിലും ചെയ്താലേ 11ാമത്തെ ഒരു ചോദ്യം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു 10 ടൈപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 100 ചോദ്യം പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ ഇത്രയും ടോപ്പിക്കിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഒരു 16,000 ചോദ്യങ്ങൾ അവിടെ വേണം. ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കോച്ചിങ്ങിന് പോയാൽ കിട്ടുന്ന മറ്റ് റിസോഴ്സുകളാണ് ഇതെല്ലാം. നമുക്ക് അത്രയും ക്വസ്റ്റ്യൻസ് വേണം, അത്രയധികം ലെക്ചേഴ്സ് വേണം, അത്രയധികം പ്രാക്ടീസ് ചെയ്യാനുള്ള വാലിഡിറ്റി വേണം. ഇതൊക്കെ നമ്മൾ അതിനനുസരിച്ച് തന്നെയാണ് പ്ലാൻ ആക്കിയിട്ടുള്ളത്. ഒരു വർഷത്തേക്ക് പഠിക്കാനാണെങ്കിൽ ആ ഒരു വർഷം വാലിഡിറ്റിയിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു 10,000 ക്വസ്റ്റ്യൻസും ഒരു 1000-ലധികം മോക്ക് ടെസ്റ്റും നിങ്ങൾക്ക് കിട്ടും. പ്ലസ് ഈ പറയുന്ന ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും, റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടാവും, മെന്റർഷിപ്പ് ഉണ്ടാവും, ഗ്രൂപ്പ് വൈസ് ബാച്ചസ് ഉണ്ടാവും, പേഴ്സണൽ വേണമെങ്കിൽ 1 to 1 നിങ്ങൾക്കൊരു മെന്റർ പറഞ്ഞു തരുന്ന തരത്തിലേക്കുള്ള ബാച്ചുകൾ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏത് വേണമെന്ന് ചൂസ് ചെയ്ത് പഠിക്കാനുള്ള അത്രയധികം വെറൈറ്റീസ് വരെ എൻട്രി ബാങ്കിങ് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇവിടെ കാണിച്ചിട്ടുള്ളത് റീസണിങ് സിലബസ് ആണ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് പറഞ്ഞതുപോലെ തന്നെ ഡയറക്ഷൻ, തെക്കോട്ടും വടക്കോട്ടും പോയി, തെക്കോട്ട് പോയിട്ട് ഞാൻ റൈറ്റ് തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ ഏതാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിമതി. അപ്പം അതേപോലെ തന്നെയാണ് മിസ്സിംഗ് ക്യാരക്ടർ. എവിടെയെങ്കിലും ഒരു മിസ്സിംഗ് 1, 2, 3, 4 ഡാഷ് 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഏതാണെന്ന് അറിയാനുള്ള ബുദ്ധി ഉണ്ടെങ്കിൽ അവിടെ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് എത്ര വലിയ നമ്പറും മിസ്സിംഗ് ഫാക്ടർ അവിടെ കണ്ടുപിടിക്കാൻ പറ്റും. കോഡിംഗ്, ഡീകോഡിംഗ് ഇതാണ് പിന്നെയും നമുക്കൊരു ഇത് വരുന്നത്. കാരണം പസിൽസും ഉണ്ട് സർ. അത് പക്ഷേ ഈ സാധനങ്ങളൊക്കെ വലിയ ബാലികേറാൻ വലിയൊന്നുമല്ല. പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ഈസിലി പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ബ്രെയിൻ ട്യൂൺഡ് ആവുകയാണ്. നമ്മളിപ്പോ നോക്കുമ്പോ ഇതിനകത്ത് നമുക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഒരു 2 months കഴിയുമ്പോൾ നിങ്ങളുടെ ഏറ്റവും സ്ട്രോങ് ഏരിയ എന്ന് പറയുന്നത് ഏതായിരിക്കും? റീസണിങ് ആയിരിക്കും. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിനെക്കാട്ടും ഇംഗ്ലീഷിനെക്കാട്ടിലും നിങ്ങൾ സ്കോർ ചെയ്യാൻ പോകുന്ന ഏരിയയും അത്ര സിമ്പിൾ ആണ് ആ ടോപ്പിക്ക്. അത് ഏത് ടോപ്പിക്ക് നമ്മൾ എടുത്താലും സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലായാൽ ഇനി അതിൽ നിന്ന് എത്ര 1000 വെറൈറ്റി ചോദ്യങ്ങൾ വന്നാലും ചെയ്യാൻ പറ്റും. പക്ഷെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ ആ 1000 വെറൈറ്റിക്ക് ചിലപ്പോൾ ഒരു 10 ലോജിക് ആവശ്യമായിട്ട് വരും. പക്ഷെ ഇവിടെ അത്രയും ലോജിക്കിന്റെ ആവശ്യമില്ല. ഇവിടെ ആ ഒരു ഒറ്റ കോൺസെപ്റ്റ് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ എന്താണ് എന്നറിഞ്ഞിരുന്നാൽ മതി. അത് വന്നാൽ ഇങ്ങനെയാണ് ചെയ്യുക എന്നറിഞ്ഞിരുന്നാൽ ഏത് ചോദ്യവും പ്രാക്ടീസിലൂടെ അത് കിട്ടുള്ളൂ. നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാം. ഇതിന്റെ സിലബസ് ഈ ഒരു സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ വലിയ സമയമൊന്നും വേണ്ട. 1 മാസം പോലും ആവശ്യമായിട്ടില്ല. പക്ഷെ പ്രാക്ടീസിനും മോക്ക് ടെസ്റ്റ് ചെയ്യാനുമാണ് നിങ്ങൾക്ക് സമയം വേണ്ടത്. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് പ്രോബ്ലംസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വരിക കോൺസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ഇംഗ്ലീഷ് ആണ്. പക്ഷെ ഇവിടെ നോക്കുക, ക്വാണ്ടും റീസണിങ്ങും വന്നപ്പം ഒരു 1000 ടോപ്പിക്ക് വന്നെങ്കിൽ ഇവിടെ വരുമ്പോഴത്തേക്ക് അതിന്റെ പകുതി ടോപ്പിക്കേ പഠിക്കാനുള്ളൂ. പക്ഷെ ഇത് ടോപ്പിക് അല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇവിടെ ശരിക്കും പറഞ്ഞാൽ റീഡിങ് ഹാബിറ്റ് ആണ് ഡെവലപ്പ് ചെയ്യേണ്ടത്. നിങ്ങൾ ഗ്രാമർ പഠിക്കാനാണെങ്കിൽ ബാങ്ക് കോച്ചിങ്ങിന് വരേണ്ട കാര്യമില്ല. കാരണം ഇവിടെ ഗ്രാമറിന്റെ ആവശ്യമേ ഇല്ല. ഒരു സാധനം വായിക്കുകയാണ്, അതൊരു പാസേജ് നിങ്ങൾ വായിക്കുവാണെങ്കിൽ നമ്മുടെ കോംപ്രിഹെൻഡിങ് ക്യാപ്പബിലിറ്റി ആണ് അവിടെ ചെക്ക് ചെയ്യുന്നത്. ആ പാസേജ് വായിച്ചിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലായോ? ഇവിടെ തന്നെ നോക്കുക. ഫോർ എക്സാമ്പിൾ എറർ സ്പോട്ടിംഗ് എടുക്കാം. ഞാൻ മലയാളത്തിൽ ഒരു സെന്റൻസ് പറഞ്ഞാൽ നിങ്ങൾക്ക് എറർ കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ ഇംഗ്ലീഷിൽ എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാൻ പറ്റും. അതിനാ മലയാളം ഞാൻ എന്തുമാത്രം യൂസ് ചെയ്യുന്നു അത്രത്തോളം ഇംഗ്ലീഷ് യൂസ് ചെയ്താൽ മാത്രം മതി. പാരാ സെന്റൻസ് കംപ്ലീഷൻ, പണ്ട് ഈ ആമയുടെ മുയലിന്റെ ഒക്കെ കഥ പറയുന്നത്, ഞാൻ ആദ്യം എന്താ പറയുന്നത്, ആമ ജയിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവസാനത്തെ സെന്റൻസ് ആണെന്നുള്ളത് അറിയാൻ പറ്റും. അതിനും ആ സബ്ജക്റ്റ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. മനസ്സിലാക്കണേ എന്ത് ചെയ്യണം? വായിച്ച് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി. വായന തന്നെയാണ് ഇതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. റീഡിംഗ് ആണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തും വായിക്കാം. ഒരു പെർട്ടിക്കുലർ തിങ് എന്ന് പറയണ്ട. ഇപ്പൊ വേണമെങ്കിൽ ഹിന്ദു ന്യൂസ് പേപ്പറിൽ എഡിറ്റോറിയൽസ് വായിക്കാം. ഇനി ന്യൂസ് പേപ്പർ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഏതെങ്കിലും നോവൽസോ ഫിക്ഷൻസോ എന്തേലും ഇംഗ്ലീഷിൽ വായിച്ചു. സ്പോർട്സ് ഇഷ്ടമുള്ളവരാണ് സ്പോർട്സിന്റെ കാര്യങ്ങൾ വായിച്ചാൽ മതി. കാർ റേസിംഗ് ആണെങ്കിൽ കാർ റേസിംഗിന്റെ കാര്യം, ഗ്രാൻഡ് പ്രീ പോലുള്ളതിന്റെ ന്യൂസുകൾ വായിച്ചാൽ മതി. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം ആ ഇഷ്ടപ്പെട്ട സാധനത്തിന്റെ ഒരു ഇംഗ്ലീഷ് വെർഷൻ വായിച്ചാലും നിങ്ങൾക്ക് ഈ എക്സാമിന് അത്യാവശ്യം മാർക്ക്. പക്ഷെ അത് റെഗുലർ ആയിട്ട് വായിക്കണം. പിന്നെ വായിക്കുന്ന സമയത്ത് ഒരുപാട് വേർഡ്സ് ഇതിന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് അറിയാത്തത് കയറി വരും. അത് ജസ്റ്റ് വായിച്ചു വിട്ടിട്ട് കാര്യമില്ല. വേർഡ് എന്താന്ന് എടുത്തിട്ട് ജസ്റ്റ് ഇപ്പൊ ഓൺലൈൻ ഡിക്ഷണറി നോക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഓൺലൈൻ ഡിക്ഷണറീസ് അവൈലബിൾ ആണ്. അതിൽ ജസ്റ്റ് ആ വേർഡ് ഇടുക, അതിന്റെ മീനിങ് എടുക്കുക,
നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ നിങ്ങളുടേതായിട്ടുള്ള ഒരു സെന്റൻസിൽ ആ വേർഡിനെ കൊണ്ടുവന്നിട്ട് ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കുക. വീട്ടിലൊക്കെ സംസാരിക്കുന്നതിനിടയ്ക്കോ ഫ്രണ്ട്സിന്റെ ഇടയ്ക്ക് സംസാരിക്കുന്നതിനിടയ്ക്കോ ഓക്കെ ഇംഗ്ലീഷുകാരാന്നൊക്കെ പറയുന്ന അതൊന്നും കൺസിഡർ ചെയ്യണ്ട. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ വേർഡും അതിന്റെ മീനിങ്ങും നിങ്ങളുടെ മൈൻഡിൽ രജിസ്റ്റർ ആകാം. അതുവഴി നല്ലൊരു വൊക്കാബുലറി ക്രിയേറ്റ് ചെയ്യും. പക്ഷെ ഇതിനകത്തിൽ ഒരു കോൺട്രഡിക്ഷൻ വേർഷൻ ഉണ്ട്. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ ക്വാണ്ടം റീസണിങ്ങും ഒക്കെ എന്ന് പറഞ്ഞാൽ ഒന്ന് പഠിച്ചു തീർന്നാൽ നമുക്ക് എപ്പോഴും ചെയ്യാം. അതെ. പക്ഷെ ഇംഗ്ലീഷ് നമ്മൾ പരീക്ഷ എന്ന് വരെ എഴുതുന്നോ അന്ന് വരെയും വായിക്കണം. അതാണ് അതിന്റെ ഒരു വ്യത്യാസം. ടോപ്പിക്ക് കുറവാണ്, പക്ഷെ ഞാനിപ്പം എന്ന് വരെ പരീക്ഷ എഴുതുന്നു അന്ന് വരെയും ഞാൻ വായിച്ചാലേ എനിക്ക് ആ ടച്ച് നിലനിർത്താൻ പറ്റത്തുള്ളൂ. ഒരു 2 മാസം വായിച്ചു, 4 മാസം വായിക്കാതെ പിന്നെ പോയി 6ാമത്തെ മാസത്തെ പരീക്ഷ എഴുതിയാൽ വീണ്ടും ഇംഗ്ലീഷ് അവിടെ വീക്ക് സെക്ഷൻ ആയിട്ട് വരും. ഇംഗ്ലീഷ് റെഗുലർ ആണ്, എന്ന് വരെ പരീക്ഷ എഴുതുന്നോ അന്ന് വരെ ചെയ്യുക. പക്ഷെ ക്വാണ്ടിന്റെയും റീസണിങ്ങിന്റെ ഒക്കെ പ്രാക്ടീസ് മാത്രം മതി. പിന്നെ അവിടെ കോൺസെപ്റ്റ് പഠിക്കലോ കോച്ചിങ്ങോ ഒന്നും പിന്നീട് നിങ്ങൾക്ക് വേണ്ട. ആ ഇനിഷ്യലി കിട്ടുന്ന ഒരു കോച്ചിങ് കൊണ്ട് മാത്രം പരീക്ഷയുടെ ക്വാണ്ടും റീസണിങ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ പ്രാക്ടീസ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസ് എപ്പോഴും എവിടെന്നെങ്കിലും ഒക്കെ എടുത്ത് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. പിന്നെ എന്തെങ്കിലും അപ്ഡേഷൻസ് വരുമ്പോൾ മാത്രമാണ് വേരിയേഷൻ വരുന്നത്. 2018-19 ചെയ്തവർക്ക് 20 കഴിഞ്ഞപ്പോൾ ഇച്ചിരി പാടായിരുന്നു. കാരണം അവിടെ ഡിഫിക്കൽട്ടി ലെവൽ കുറച്ചൊന്ന് കൂടിയിട്ടുണ്ട്. കാരണം ഡിഫിക്കൽട്ടി എന്താണ് ലെവൽ അല്ല competition ശരിക്കും അത്രയും കൂടിയേക്കുന്നത്, കോമ്പറ്റീഷൻ. കുറച്ചുകൂടെ കോമ്പറ്റീഷൻ കൂടി. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസിന്റെ രീതി മാറി. അതെ. ക്വസ്റ്റ്യൻസിനകത്തുനിന്ന് ഓപ്ഷൻ പിക്ക് ചെയ്ത് ചെയ്യേണ്ട രീതിയിലേക്ക് മാറ്റം വന്നത് അവിടെ. അതുവരെ നമുക്ക് ഓപ്ഷനിൽ നിന്ന് പിക്ക് ചെയ്യാം എന്നുള്ള ഒരു ലോജിക്ക് പോലും തലയിലോട്ട് വന്നിട്ടില്ല. വന്നിട്ടുണ്ടെങ്കിൽ പോലും നമ്പർ സീരീസ് പോലുള്ള ടോപ്പിക്കിൽ നിന്ന് മാത്രമാണ് അത് വന്നിട്ടുള്ളത്. അല്ലാത്ത കേസിൽ ജസ്റ്റ് നമ്മൾ ചെയ്യുക, നോർമലായിട്ട് ചെയ്യുക. ആ നോർമലായിട്ട് ചെയ്യുന്നതിൽ നിന്ന് ഒരുപറ്റം ആൾക്കാരെ എടുക്കുക എന്നുള്ളതാണ്. പക്ഷെ പിന്നീട് വന്നപ്പോൾ ഇതിന്റെ മാർക്കറ്റ് കൂടി, കുറെ പേര് കോമ്പറ്റീഷനിലോട്ട് ഇറങ്ങി, ലക്ഷത്തിലധികം പേര് നോർമൽ വിധി ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇവർക്ക് മനസ്സിലായി കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് ചിന്തിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ അവർ ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. അവിടെയാണ് അവർക്കൊരു ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യേണ്ടി വന്നത്. അല്ലാതെ സിലബസിലൊന്നും മാറ്റം വന്നിട്ടില്ല. സെയിം സിലബസ് സെയിം കാര്യങ്ങളൊക്കെ തന്നെ. പക്ഷെ ആ വ്യത്യാസം വന്നത് ഈ പറഞ്ഞ ഏരിയയിലാണ്. പിന്നീട് വരുന്നത് ഇത് മെയിൻ എക്സാമിൽ വരുന്ന കാര്യമാണ്. മെയിൻസിന് മാത്രമാണ് കറണ്ട് അഫയേഴ്സ് ചോദിക്കുക എന്നും പറഞ്ഞ് നിങ്ങൾ പ്രിലിംസിന്റെ റിസൾട്ട് വന്ന് ഓക്കെ മെയിൻസ് കിട്ടി എന്ന് അറിഞ്ഞിട്ട് ഈ കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ നിൽക്കരുത്. നിങ്ങൾ ഒരിക്കലും ആ ഒരു സെക്ഷനോ മെയിൻസ് എക്സാമോ ക്ലിയർ ചെയ്യാൻ പോകുന്നില്ല. എന്ന് തൊട്ട് പ്രിപ്പയർ ചെയ്യുന്നോ അന്ന് തൊട്ട് കറണ്ട് അഫയേഴ്സ് പഠിക്കുക. അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെഷനാണ്. കാരണം പ്രിലിമിനറിയിലാണ് QA റീസണിങ് ഇംഗ്ലീഷ് ടോപ്പിക്ക് വരിക. ഇത് ക്ലിയർ ചെയ്താലാണ് നിങ്ങൾ മെയിനിലേക്ക് പോകുക എന്നുള്ള വാസ്തവം അറിയാമെങ്കിലും ഇതും നമ്മൾ ഇപ്പോൾ തൊട്ട് തന്നെ വായിച്ച് തുടങ്ങുക. കാരണം ഇപ്പൊ വായിക്കുന്ന പല ന്യൂസിന്റെയും കണക്ഷൻ ന്യൂസുകളായിരിക്കും നമ്മൾ ചിലപ്പോൾ അന്ന് പഠിക്കുന്നത്. നമ്മൾ ഇപ്പോഴത്തെ മന്ത്രിമാർ മാറുന്നത് എന്തിനാ പഠിക്കുന്നതെന്ന് ചോദിക്കും. പക്ഷെ പഴയ മന്ത്രി മാറിയെന്നറിയുമ്പോഴാണ് പുതിയ മന്ത്രിയെ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ പഴയ മന്ത്രി ആരാന്ന് അറിഞ്ഞിരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അപ്പം അപ്ഡേഷൻസ് വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ തൊട്ടേ ഈ ന്യൂസുകളും കാര്യങ്ങളും വായിക്കണം. കറണ്ട് അഫയേഴ്സ് പഠിക്കാം. മാത്രമല്ല ഈ പ്രിലിംസിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞ് മെയിൻസ് പരീക്ഷയിലേക്ക് ഇത് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ ഓൾ ഓവർ ഇന്ത്യ നടക്കുന്ന റിക്രൂട്ട്മെന്റ് പ്രോസസ്സുകൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് നടക്കുന്ന റിക്രൂട്ട്മെന്റ് പ്രോസസ് ആണ് ബാങ്കിങ് എന്ന് പറയുന്നത്. ഒരു നോട്ടിഫിക്കേഷൻ വന്ന് ഒരു 6 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടുന്ന ഒരു കാര്യമാണ്, അപ്പോയിന്റ്മെന്റ് ആണ് കിട്ടുന്നത്. അപ്പോ പ്രിലിംസിന്റെ റിസൾട്ട് വന്നിട്ട് 1 മാസത്തെ ഗ്യാപ്പ് പോലും ഉണ്ടായില്ല മെയിൻസ് എക്സാമിലേക്ക്. ഈ 1 മാസം കൊണ്ട് 6 മാസത്തെ കറണ്ട് അഫയേഴ്സ് പഠിക്കാന്ന് പറയുന്നത് ഒരിക്കലും നടക്കാൻ പോകുന്ന ഒരു കാര്യമല്ല. അപ്പം ആ ഒരു വ്യത്യാസമൊക്കെ മനസ്സിലാക്കുക. പിന്നെ ഇതിനകത്ത് വരുന്ന ഒരു ബാങ്കിങ് അവയർനെസ് എന്ന് പറയുന്ന ഒരു സംഭവം, അതായത് RBI എന്താണ്, നമ്മൾ ബേസിക് ആയിട്ട് പറഞ്ഞാൽ നോട്ട്സ് എന്താണ്, ATMs എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ ATM പഠിക്കുമ്പോഴാണ് അതിനകത്ത് പിന്നീടുള്ള അഡ്വാൻസ്മെന്റിലേക്ക് പോവുക. RBI പഠിക്കുമ്പോഴാണ് പിന്നീടുള്ള അഡ്വാൻസ്മെന്റിലേക്ക് പോവുക. ഇങ്ങനെ ഒരു സ്റ്റോറി പോലെ പഠിച്ചിരിക്കാനുള്ള ഒരു 1000-1500 ചോദ്യങ്ങൾ മാത്രമേ ഇതിനകത്തുള്ളൂ എന്ന് മനസ്സിലാക്കുക. അല്ലാതെ ഒരു ബാങ്കിൽ ജോലി ചെയ്യുന്ന ആൾ അറിയേണ്ടത്ര ബാങ്കിങ് അവയർനെസ് ഒന്നും ഇവിടെ നമുക്ക് ആവശ്യമായിട്ടില്ല. പിന്നെ വരുന്നത് കറണ്ട് അഫെയർ റിലേറ്റഡ് ആണ്. അതായത് ബാങ്കിങ് ന്യൂസിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് ചിലപ്പോൾ നമ്മളോട് 1 or 2 ഇൻഡെപ്ത് ചോദ്യങ്ങൾ ചോദിക്കാം. പക്ഷെ നോക്കുക, അത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു കറണ്ട് അഫെയർ അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ അവിടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങളോട് ചോദിക്കുള്ളൂ. RBI ഒക്കെ ഇപ്പൊ ന്യൂസിൽ വരാറുണ്ട്, അല്ലെങ്കിൽ അതൊരു അവരുടെ എന്തെങ്കിലും റേറ്റുകൾ അല്ലെ ഇപ്പൊ Paytm എന്ന് പറയുന്ന സാധനത്തിന്റെ ഇഷ്യൂ വന്നപ്പോൾ പോലും അവിടെ RBI എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ വന്നിട്ടുണ്ടെങ്കിൽ RBI റിലേറ്റഡ് ഒരു ന്യൂസ് അവിടെ പ്രതീക്ഷിക്കും. എല്ലാ ന്യൂസുകളും നമ്മൾ പഠിച്ചിരിക്കും. അതുപോലെ ഒരുപാട് നമുക്ക് നാഷണലൈസ് ബാങ്ക്സ് ഉണ്ട്, അവരെന്തെങ്കിലും ആപ്ലിക്കേഷൻസ് ഒക്കെ ലോഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നോക്കുക. ഏതൊരു പരീക്ഷയ്ക്കിന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഓവർനൈറ്റ് ട്രാൻസാക്ഷൻസിനെ പറ്റിയിട്ടൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പക്ഷെ അതെടുത്ത് നോക്കുമ്പോൾ RBI ഒരു വലിയ ബാങ്കിനെ പീനലൈസ് ചെയ്തു. അവരതിന് വേണ്ടിയിട്ട് ഓവർനൈറ്റ് ട്രാൻസാക്ഷൻ ചെയ്തത് കൊണ്ടാണ് ആ ഓവർനൈറ്റ് ട്രാൻസാക്ഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ലിമിറ്റിന്റെ ഉത്തരവായിരുന്നു അവിടെ വന്നത്. എത്ര ലിമിറ്റ് വരെ ഈ ബാങ്കിന് RBI വിഡ്രോ ചെയ്യാമെന്നൊരു ചോദ്യം വന്നത്.
അപ്പം അതൊരു ഭയങ്കര വിവാദമായിരുന്നു ഒരു സമയത്ത്. ഇത്രയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നോർമൽ യൂസേഴ്സ് എങ്ങനെ, പക്ഷെ അതിനുള്ള പ്രൂഫായിരുന്നു ആ ഒരു ബാങ്കിനെ പീനലൈസ് ചെയ്തത് കൊണ്ട് അവർ അവിടുന്ന് അങ്ങനെ ഒരു ഫെസിലിറ്റി RBI എടുത്തതൊരു ന്യൂസ് ആയതാണ്. അപ്പൊ നമുക്ക് ആ ഒരു ലിമിറ്റ് ഉൾപ്പെടെ ആ ന്യൂസിൽ പറഞ്ഞിരുന്നത് കൊണ്ട് ആ ലിമിറ്റ് അവിടെ ചോദിച്ചതാണ്. അപ്പൊ അത് കറണ്ട് അഫയർ റിലേറ്റഡ് ആണ്, ബാങ്കിങ് അവയർനെസ്സിൽ നിന്നല്ല എന്നുള്ളതും മനസ്സിലാക്കുക. ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട ഒരു സബ്ജക്ട് തന്നെയാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. മെയിൻസിലാണെങ്കിലും അത്യാവശ്യം 50 മാർക്സോളം വെയിറ്റേജ് വരുന്നത് നിങ്ങളുടെ ഫൈനൽ സെലക്ഷനിലേക്ക് ലീഡ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ആണ് കറണ്ട് അഫയേഴ്സ്. രണ്ടാമത്തെ സബ്ജക്ട് ഇംഗ്ലീഷും ആയിരിക്കും. പലരുടെയും വിചാരം ഈ QA റീസണിങ് ഇംഗ്ലീഷ് അല്ല. പഠിച്ചാൽ ബാങ്ക് കോച്ചിങ് കംപ്ലീറ്റ് ആയി എന്നുള്ളതാണ്. പക്ഷെ ജോലി കിട്ടണമെങ്കിൽ ഈ സാധനം ഇല്ലാണ്ട് നമുക്ക് പറ്റില്ല. ഇത് റെഗുലർ ആയിട്ട് ഓർത്തിരിക്കാനുള്ള ഒരുപാട് പരിപാടികളുണ്ട്. ഒരു 3 തവണ ഒരു ന്യൂസ് കണ്ടാൽ മതി, പക്ഷെ ഈ 3 തവണ എല്ലാ ന്യൂസും കാണണം എന്നുള്ളതാണ് പാടായിട്ടുള്ളത്. അപ്പൊ അതിന് നമ്മൾ അവലംബിക്കുന്ന കുറേയധികം സ്ട്രാറ്റജീസ് ഉണ്ട്. ഡെയിലി റിവിഷൻ ഉണ്ട്, വീക്ക്ലി റിവിഷൻ ഉണ്ട്, മന്ത്ലി റിവിഷൻ ഉണ്ട്. ഇനി അതിന്റെ തന്നെ വൺ ലൈനേഴ്സ് മതി, എന്തെങ്കിൽ ഒറ്റ ചോദ്യം ഒറ്റ ഉത്തരം എന്നുള്ള തരത്തിലുള്ള ക്യാപ്സ്യൂളുകൾ ഉണ്ട്. അതെ. അപ്പൊ ഇങ്ങനെ വരുന്ന ഒരുപാട് കാര്യങ്ങളിലൂടെയാണ് നമ്മുടെ പ്രിപ്പറേഷനും കാര്യങ്ങളും പോകുന്നത്. അപ്പൊ നമ്മുടെ ഈ മാസത്തെ ക്യാപ്സ്യൂള് നമ്മുടെ ഓൾമോസ്റ്റ് ഡിസംബർ എഡീഷനിൽ മന്തിലെ വന്നിട്ടുണ്ട്. ക്യാപ്സ്യൂൾ നിങ്ങൾക്ക് റെഫറൻസിനായിട്ട് നോക്കണം എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ക്യാപ്സ്യൂളിന്റെ ലിങ്ക് ഇട്ടേക്കാം. എല്ലാവരും ചെക്ക് ചെയ്യുക. അത് കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പക്ക ഓർഗനൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇൻഡെക്സ് പോയിരിക്കുന്നത്. അതായത് നാഷണൽ അഫയേഴ്സ് എന്തൊക്കെയാണ്, ഇന്റർനാഷണൽ അഫയേഴ്സ് എന്തൊക്കെയാണ്, ഇമ്പോർട്ടന്റ് അപ്പോയിന്റ്മെന്റ്സ്, റെസിഗ്നേഷൻസ്, സ്പോർട്ട് അവാർഡ്സ്, RBI ന്യൂസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇക്കണോമിക്സ് റിലേറ്റഡ് ആയിക്കോട്ടെ ഫൈനാൻഷ്യൽ എല്ലാം ഒരു ഇൻഡെക്സ് പോലെ ഉണ്ടാവും. ആ ഡിസംബർ മാസത്തിൽ നടന്നിട്ടുള്ള A to Z ഇമ്പോർട്ടന്റ് ഡേയ്സ് ഉൾപ്പെടെ അതിന്റെ തീം ഉൾപ്പെടെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ക്യാപ്സ്യൂൾ ആണ്. കാണുമ്പോൾ ഒരുപക്ഷെ ഒരു വലിയ ക്യാപ്സ്യൂൾ ആയിരിക്കും, പേര് പക്ഷെ പോലെ അനക്സ ക്യാപ്സ്യൂൾ. ഇത് നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് ഡെയിലി പഠിപ്പിക്കും, വീക്ക്ലി പഠിപ്പിക്കും, പിന്നെ മന്ത്ലി റിവൈസ് Monthly. ചെയ്യും എന്നുള്ള ഒരു തരത്തിലേക്കാണ് പോവുക. പക്ഷെ ഓൺലി ആഫ്റ്റർ 90 ഡേയ്സ്. 90 ദിവസത്തിൽ നമ്മൾ ഇതൊന്നും ചെയ്യില്ല, കാരണം നിങ്ങൾക്ക് ഈ 3 സബ്ജക്ട് കവർ ചെയ്യേണ്ടതായിട്ടുള്ളത് കൊണ്ട് 90 ദിവസത്തിന് ശേഷമായിരിക്കും ഈ ഒരു പരിപാടി നമ്മൾ ഇന്റൻസീവ് ആയിട്ട് നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുക. അതുകൊണ്ടാണ് കുറച്ച് നേരത്തെ കൂട്ടി പ്രിപ്പറേഷൻ തുടങ്ങണം എന്ന് പറയുന്നത്. അതെ. ചിലർ പറയും 2 മാസം കൊണ്ട് ജോലി കിട്ടും, ചിലർ പറയും 3 മാസം കൊണ്ട് ജോലി കിട്ടും. പക്ഷെ അതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ഒന്നെങ്കിൽ ലക്ക് ഫാക്ടർ കൂടുതൽ വേണം. IQ കൂടുതലായതുകൊണ്ടൊന്നും ഈ 3 മാസം കൊണ്ട് കിട്ടില്ല. കിട്ടില്ല. കാരണം അറ്റ്ലീസ്റ്റ് ആ സിലബസ് പഠിച്ചൊന്ന് ലെവലാവാൻ നമുക്ക് 3 മാസം വേണം. അതിനുശേഷമാണ് നമ്മുടെ ട്രാൻസിഷൻ ടൈം. അതായത് ഈ പറഞ്ഞ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് നേടേണ്ടത്, ഈ പറഞ്ഞ ജനറൽ അവയർനെസ് ഒക്കെ ഒന്ന് ലെവലായി വരേണ്ടത് പ്രാക്ടീസ് ചെയ്യേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഒരു 6 മാസം നിർബന്ധമാണ്. അതുകൊണ്ടാണ് IBPS നോക്കുമ്പം 6 മാസം സമയം നമുക്ക് കറക്റ്റ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇപ്പൊ ജോയിൻ ചെയ്താൽ IBPS എന്നുള്ളത് ലക്ഷ്യം വെക്കാൻ പറ്റും. അടുത്ത മാസം ജോയിൻ ചെയ്താൽ IBPS ലക്ഷ്യം വെക്കാൻ പറ്റില്ല. അതെ. അപ്പം അതൊന്ന് മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങളുടെ ജോയിനിങ്ങിന്റെ കാര്യം നിങ്ങളൊന്ന് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നെക്സ്റ്റ് സ്ലൈഡോട്ട് പോകാം. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു കാര്യങ്ങളെ പറ്റിയിട്ട് പറയാനായിട്ട്. മേജറായിട്ടും ഈ ഒരു അവയർനെസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഒരു കാര്യം. കാരണം അവയർനെസ് എന്ന് പറയുമ്പോൾ ഇതറിയേണ്ട കാര്യമാണ്. കാരണം ഈവൻ നമ്മളിപ്പോൾ പല സ്റ്റുഡൻസിനോട് സംസാരിക്കുമ്പോഴും സർ IBPS ഇനി 6 മാസം കഴിഞ്ഞല്ലേ ഉള്ളൂ എന്ന് പറയുന്നത് കൊണ്ടാണ് IBPSന്റെ ഓരോ ചവിട്ടുപടികളും പറഞ്ഞു തന്നത്. IBPS എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ഈ പറയുന്ന NIACL, അതേപോലെ തന്നെ പിന്നീട് വരുന്ന IDBI, പിന്നീട് വരുന്ന SBI, പിന്നീട് വരുന്ന RBI, ഇതെല്ലാം കടക്കുമ്പോൾ ഇവിടെ തന്നെ നമ്മൾ 100% സിലബസ് കവർ ചെയ്യുമെന്ന് മാത്രമല്ല, പ്ലസ് ഈ പറയുന്ന എക്സാമിലുള്ള ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കൂടി കിട്ടി IBPS എന്ന് പറയുന്ന ലക്ഷ്യം നമുക്ക് ചെയ്യാൻ പറ്റും. പണ്ട് പഴഞ്ചൊല്ലി പറയുന്ന പോലെ തന്നെ ലക്ഷ്യം IBPS ആണെങ്കിൽ മാർഗം ബാക്കിയുള്ള ബാങ്ക് പരീക്ഷകളാണെന്ന് പറയുന്നത്. അതാണ് ശരിക്കും പറഞ്ഞാൽ അതാണ്. ബാക്കിയുള്ള ബാങ്ക് പരീക്ഷകളിൽ കൂടി നമുക്ക് IBPS എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും. അപ്പൊ ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് എല്ലാവരും വർക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞതിൽ കൂടാണ്ട് കോഴ്സിനെ പറ്റിയിട്ടോ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയെ പറ്റിയിട്ടോ ഇനിയല്ല മറ്റെന്തെങ്കിലും സംശയമാണെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ അക്കാഡമിക് കൗൺസിലേഴ്സ് ടീം അവിടെ നിങ്ങൾക്ക് ആയിട്ട് അവൈലബിൾ ആയിരിക്കും. അപ്പൊ നാളത്തെ കാര്യം മറക്കണ്ട, നാളെ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം ആ ഓഫേഴ്സ് നിങ്ങൾക്ക് കിട്ടണം, നേരത്തെ കൂട്ടി അറിയണം എന്നുണ്ടെങ്കിൽ താഴെ ഫോം കൊടുത്തിട്ടുണ്ട്, ആ ഫോമിൽ രജിസ്റ്റർ ചെയ്താൽ മതി. ഇനി അതല്ല നിങ്ങൾക്ക് നേരിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ഇതിൽ വിളിക്കുക. പക്ഷേ കീപ്പ് ഇൻ മൈൻഡ്, നാളെയാണ് ഓഫർ, ഇന്ന് നിങ്ങൾക്ക് കിട്ടില്ല. നാളെ 12 മണിയുടെ ഓഫേഴ്സ് ഉണ്ടായിരിക്കും. മാക്സിമം ഡിസ്കൗണ്ട് പ്രൈസിൽ തന്നെ നിങ്ങൾക്ക് ബെസ്റ്റ് കോഴ്സസ്, നിങ്ങളുടെ പ്രിപ്പറേഷൻ ആവശ്യമായിട്ടുള്ള കോഴ്സസ് അവൈൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. നേരത്തെ പറഞ്ഞ ക്യാപ്സ്യൂൾ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് കിട്ടുമല്ലോ. ക്യാപ്സ്യൂൾ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്താൽ മതിയാവും. നിങ്ങളൊന്ന് ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്തോ, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പം അവിടെ നിങ്ങൾ ഓരോ കാര്യങ്ങളും നോക്കിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇനി അതിന് വേണ്ട ഗൈഡൻസ് വേണം എന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കാം. ഇനി അതല്ല നിങ്ങൾക്ക് കോഴ്സ് വേണം അല്ലെങ്കിൽ നമ്മുടെ ഗോൾഡ് ബാച്ചിൽ ജോയിൻ ചെയ്യണം എന്നാണെങ്കിൽ പിന്നെ നിങ്ങൾ ഒന്നും കൊണ്ടും ടെൻഷൻ ആവേണ്ട കേസില്ല. അവിടെ നിങ്ങളെ ഒരു ജോലിയിലേക്ക് എത്തിച്ചിരിക്കും. കാരണം
ഈ വർഷം തന്നെ വന്നിട്ടുള്ളത് 20+ റിസൾട്ട് ആണ് ടിൽ Yes. ഡേറ്റ്. ഇനി നമുക്ക് IBPS-ന്റെ ഒക്കെ റിസൾട്ട് ഏപ്രിൽ വരാനിരിക്കുന്നതേ ഉള്ളൂ. അവിടെ എന്തായാലും ഇതിന് മേലെ ആയിരിക്കും. അപ്പോൾ ആസ് എ ബാങ്ക് എക്സാം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള തരത്തിലും ഗ്രോ ചെയ്യണമെങ്കിൽ ഈ വർഷം വന്ന റിസൾട്ടിനെക്കാട്ടിൽ ഇരട്ടി റിസൾട്ട് അടുത്ത വർഷം ഉണ്ടാക്കണം എന്നുള്ളത് ഞങ്ങളുടെ ഒരു ടാർഗറ്റാണ്. അപ്പം അതിൽ ഒരാളാവുക എന്നുള്ളതാണ് നിങ്ങളുടെ ടാർഗറ്റ് എങ്കിൽ യു ക്യാൻ ജോയിൻ അവർ ബാച്ച്. അത്രയൊക്കെ പറയാനുള്ളൂ. സോ അപ്പൊ എല്ലാരും എഫിഷ്യന്റ് ആയിട്ട് ഗോള് മുൻപിൽ കണ്ടിട്ട് അതനുസരിച്ചിട്ട് നിങ്ങളുടെ ആ ഒരു സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യുക. ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ക്ലിയർ ചെയ്യാൻ സാധിക്കുള്ളൂ. അത് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് എൻട്രി എന്നാണ് പറയാനുള്ളത്. കാരണം നിങ്ങളൊരു 180 ഡേയ്സ് ആണെങ്കിൽ ഡേ 1 to day 180 ഒരു പ്ലാനിലായിരിക്കും എൻട്രിയിൽ കാണാൻ പറ്റും അവർക്ക് ഡേ 180 വരെ അവർ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഡേ 1ൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് അവിടുത്തെ ഓരോ അഡ്വാൻറ്റേജ്. ദിവസവും പഠിക്കേണ്ട ടോപ്പിക്കുകൾ, ആ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള മോക്ക് എക്സാംസ്, വീക്ക്ലി തന്നെ 3 to 4 ലൈവ് ഇന്ററാക്റ്റീവ് സെഷൻസ് വിത്ത് ഫാക്കൽറ്റീസ്, എക്സാം ടൈം വരെ കിട്ടുന്ന ഒരു മെന്റർ അസിസ്റ്റൻസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇതെല്ലാം ഇത്രയൊക്കെ പക്ഷെ മതി. നോർമൽ ആയിട്ടുള്ള യൂസറിന് കാണാൻ പറ്റില്ല എന്നുള്ളത് പറയണം. അതെ, only ഗോൾഡ് purchase users. സബ്സ്ക്രൈബേഴ്സിന് മാത്രമാണ് ഡേ 1 ഡേ 2 ഫോർമാറ്റിൽ കാണാൻ പറ്റുക. നോർമൽ ആയിട്ടുള്ളവർക്ക് റെക്കോർഡഡ് ക്ലാസ്, ലൈവ് ലെക്ചേഴ്സ്, എക്സ്ട്രാ ക്ലാസ് എന്നുള്ള തരത്തിലേക്കായിരിക്കും. ഗോൾഡ് യൂസേഴ്സിന് ഇങ്ങനെ തപ്പിപ്പോകേണ്ട കാര്യമില്ല. ഓരോ ഡേയിലും അവർക്ക് ഏത് ക്ലാസ് കാണണം എന്നുള്ളത് വെച്ചിട്ടുള്ള സ്റ്റഡി പ്ലാൻ ആയിരിക്കും Organized ആയിരിക്കും. അവർക്ക് അവിടെ കിട്ടുക. സോ അതൊന്ന് മനസ്സിൽ വെച്ചേക്കുക. സോ ഇനി എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് പറയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഡിസിഷൻ ഈസ് യുവേഴ്സ്. Okay, thank you. താങ്ക് യു.